ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു കുഞ്ഞു കഥ പറയാൻ വന്നിരിക്കുകയാണേ. കഥ എല്ലാവർക്കും ഇഷ്ടമല്ലേ കഥ കേൾക്കാൻ? പണ്ടൊക്കെ നമ്മൾ രാത്രി ബെഡിൽ പോയിരിക്കുമ്പോൾ അമ്മ കഥ പറഞ്ഞു തരും. ഇപ്പം ആർക്കും നേരമില്ല. രാവിലെ എല്ലാവർക്കും പഠിക്കാൻ പോകണം, ഓഫീസിൽ പോകണമൊക്കെ അല്ലേ. പണ്ടൊക്കെ ഇങ്ങനെ കഥ പറഞ്ഞ് കഥ കേൾക്കാൻ പോവുക, കഥ ടൈമായി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വന്നിരിക്കും. അപ്പോൾ എന്ത് കഥയാണ് പറയാൻ പോകുന്നേ അറിയോ? ഒരു മല്ലനും മാധവൻ്റെയും കഥയാണേ ഞാൻ പറയാം. എല്ലാവർക്കും അറിയുന്ന കഥയാണ് അല്ലേ? എന്താണ് മല്ലനും മാധവനും നല്ല കൂട്ടുകാരായിരുന്നു, നല്ല ഫ്രണ്ട്സായിരുന്നു. അവർ ബെസ്റ്റി എന്നൊക്കെ പറയാമോയെന്ന് എനിക്കറിയില്ല, എന്നാലും നല്ല കൂട്ടുകാരായിരുന്നു അവർ. അപ്പോൾ ഒരു ദിവസം മല്ലൻ്റെ അമ്മ പറഞ്ഞു, എടാ മോനെ, നീ നാട്ടിൽ കുറച്ച് ദൂരെയായിട്ട് ടൗണിൽ, ഇവർ നാട്ടിൽ താമസിക്കുന്നു, ടൗണിൽ പോയിട്ട് നീ നിൻ്റെ അമ്മാവന് ഒരു സാധനം ഏൽപ്പിച്ചിട്ട് വാ. അപ്പം നീ പോവേണ്ടത് എങ്ങനെയാ? ഈ നാടെന്ന് പറഞ്ഞൊരു കാട് കടന്നിട്ട് വേണം ടൗണിലെത്താൻ, നഗരത്തിലെത്താനായിട്ട്. അപ്പോൾ ശരി, ഞാൻ പോവാം അമ്മയെന്ന് പറഞ്ഞു. നീ ഒറ്റയ്ക്ക് പോകണമെന്നില്ല, നിനക്ക് വേണമെങ്കിൽ ആരെ കൂട്ടാം, നിൻ്റെ കൂട്ടുകാരനെയും കൂടി കൂട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ശരി, ഞാൻ എന്നാൽ പോവാമെന്ന് പറഞ്ഞ് രണ്ടുപേരും മല്ലനും മാധവനും കൂടി പതുക്കെ ഇറങ്ങി നടന്നെത്തിയപ്പോൾ സന്ധ്യയായപ്പോൾ അവരെവിടെ എത്തി? കാട്ടിലെത്തി. കാടാന്ന് പറയുമ്പോൾ കൂരാക്കുരുട്ടു കൂടിയ കാടാണ് അല്ലേ? അവിടെ രാത്രിയായാലും എവിടെ താമസിക്കും? കാട്ടിൽ താമസിക്കാൻ പറ്റുമോ? താമസിക്കാനൊന്നും പറ്റില്ല. അപ്പം നോക്കിയപ്പോൾ രാത്രി ആവാറായി. അപ്പോൾ രാത്രി ഇങ്ങനെ വന്നപ്പോഴേക്കും പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുന്നു, ഭയങ്കരമായിട്ടുള്ള ഗർജനം പോലത്തെ മറന്ന വലിയ ശബ്ദം. ആരാണ് ഈ വരുന്നതെന്ന് നോക്കിയപ്പോഴാണ് ഒരു കരടി വരുന്നു. വലിയ ശരീരത്തോടു കൂടിയ വലിയൊരു കരടി. ഗൊറില്ല ഒന്നുമല്ല കേട്ടോ, കരടി തന്നെയാണ്. പക്ഷേ ഭയങ്കര വിശന്നിട്ട് വന്ന പോലെ ആ വരവ്. എന്നൊക്കെ പറഞ്ഞ് വലിയ സൗണ്ട് ഉണ്ടാക്കി, വലിയ ശബ്ദത്തിൽ നടന്നു വരിക. ഇത് കണ്ടപ്പോൾ രണ്ടുപേരും മല്ലനും മാധവനും പേടിച്ചു. അത് ദൈവമേ എന്ത് ചെയ്യും നോക്കിയപ്പോൾ വേഗം മാധവൻ എവിടെ കയറിയിരുന്നു? ഒരു മരത്തിലോട്ട് ഓടിപ്പോയിരുന്നു. എന്നിട്ടോ മല്ലൻ കൈ നീട്ടി, എന്നെയും കൂടി കയറ്റടാ, ഞാനും കൂടി കയറട്ടടാ. ഞാൻ നിന്നെ എങ്ങനെ കയറ്റണം? എനിക്ക് എന്നെ പേടിയായിട്ടാ ഞാൻ കയറിയേ, നിന്നെ ഞാൻ എങ്ങനെ കയറ്റും? അവിടെ എന്നെയും കൂടി കേട്ടിടാ. പറഞ്ഞ് തീരുമ്പോഴേക്കും ദൈവമായിരുന്നു, അടുത്തെത്താറായി. ഇനി എന്ത് ചെയ്യും? ദൈവമേ. അപ്പം അവൻ എന്ത് ചെയ്തു? മാധവൻ എന്ത് ചെയ്തു? മാധവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവനെ പൊക്കി മരത്തിലോട്ട് കയറ്റാനും പറ്റുന്നില്ല. അത് മല്ലൻ എന്ത് ചെയ്തു? അവിടെ മിണ്ടാണ്ട്, ആ മരത്തിൻ്റെ താഴെ മിണ്ടാണ്ട് അവിടെ ഒന്നും അറിയാത്ത പോലെ ശ്വാസം പിടിച്ച് അവിടെ കിടന്നു. മെഡിറ്റേഷൻ പോലെ ശ്വാസം ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ കിടന്നു. കരടി അടുത്തെത്തി ഈ എന്ത് ചെയ്തു? മല്ലൻ്റെ അടുത്തെത്തി ഇങ്ങനെ ചുറ്റിനും നോക്കി, ഒരു കറക്കമൊക്കെ കറങ്ങി. എന്നിട്ട് അവൻ്റെ അടുത്ത് പോയി നോക്കി. ഇവൻ ചത്തതാണെന്ന് തോന്നണം, ഇവനെയൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് പോയിട്ട് ഒന്നും കൂടി മണക്കണ പോലെ നോക്കിയിട്ട് ആ കരടി അങ്ങേ പോയി. കുറേ കഴിഞ്ഞപ്പോൾ മാധവൻ പതുക്കെ മരത്തിൽ നിന്ന് ഇറങ്ങി താഴോട്ട് സ്ലിപ്പായിട്ട് വന്നു. എന്നിട്ട് മല്ലനോട് ചോദിച്ചു, എടാ മല്ല എഴുന്നേക്ക്, കരടി പോയി, നീ എഴുന്നേക്ക്. പോയോ? ദൈവമേ, ഞാൻ ശരിക്കും പേടിച്ചു മാധവ, ശരിക്കും പേടിച്ചു. എന്താടാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ കരടി വന്ന് നിന്നോട് എന്താ പറഞ്ഞേ? അവനൊരു കാര്യം പറഞ്ഞു. എന്താണ്? ആപത്ത് കാലത്ത് നമ്മളെ സഹായിക്കാത്തവൻ നല്ല കൂട്ടുകാരനല്ല എന്ന് പറഞ്ഞു എന്ന്. മനസ്സിലായോ? നമ്മൾ ആപത്ത് സമയത്ത്, ഒരാൾ സങ്കടപ്പെടുന്ന സമയത്ത് നമ്മളവരെ എന്ത് ചെയ്യണം? ഒരു സഹായം ചെയ്യണം. ഒന്നും വേണ്ട, ഞാനുണ്ട് നിൻ്റെ കൂടെ, ഒപ്പം ഞാനുണ്ട് എന്ന് പറയണം. അതാണ് കഥ. ഇഷ്ടമായോ നിങ്ങൾക്ക് എല്ലാവർക്കും കഥ? ശരി, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിച്ച് ഞാനിതാ ഇവിടെ നിർത്തുന്നു. താങ്ക് യു.